السلام عليكم ورحمة الله وبركاته. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ബഹുമാന്യ സഹോദരങ്ങളെ, ഇന്നലെ സൂറത്തുൽ ബഖറയിലെ 54-ാമത്തെ ആയത്താണ് നാം വിശദീകരിച്ചത്. അതിലെ അടങ്ങിയ ആശയങ്ങൾ, മഹാനായ അമാനി മൗലവിയുടെ വിശദീകരണങ്ങൾ നാം കേൾക്കുകയും ചെയ്തു. അതിനെ തുടർന്നുള്ള വചനം ശ്രദ്ധിക്കുക. أعوذ بالله من الشيطان الرجيم. وإذ قلتم يا موسى لن نؤمن لك حتى نرى الله جهرة فأخذتكم الصاعقة وأنتم تنظرون ثم بعثناكم من بعد موتكم لعلكم تشكرون. وإذ قلتم يا موسى لن نؤمن لك حتى نرى الله جهرة فأخذتكم الصاعقة وأنتم تنظرون ثم بعثناكم من بعد موتكم لعلكم تشكرون. وإذ قلتم يا موسى لن نؤمن സുക്കൂനായ നൂനിന് ശേഷം നൂൻ എന്ന അക്ഷരമാണ്. അതുകൊണ്ട് അവിടെ എങ്ങനെയാണ് ഓതേണ്ടത്? وَإِذْ قُلْتُمْ يَا مُوسَى لَن نُؤْمِنَ لَكَ حَتَّى نَرَى اللَّهَ جَهْرَةً فَأَخَذَتْكُمُ الصَّاعِقَةُ. സുക്കൂനായ നൂനിന് ശേഷം നൂൻ എന്ന അക്ഷരം കടന്നു വന്നാൽ അവിടെ ഇദ്ഗാം ബിഗുന്നയുടെ നിയമമാണ്. ഇദ്ഗാം ബിഗുന്നയുടെ നിയമമാണ്. അവിടെ ഇദ്ഗാം ചെയ്തുകൊണ്ട് മണിച്ചുകൊണ്ട് ഓതേണ്ടതുണ്ട്. وَإِذْ قُلْتُمْ يَا مُوسَى لَن نُؤْمِنَ لَكَ حَتَّى نَرَى اللَّهَ جَهْرَةً فَأَخَذَتْكُمُ الصَّاعِقَةُ തൻവീന് ശേഷം ഫ എന്ന അക്ഷരമാണ്. അപ്പോൾ അവിടെ ഇഖ്ഫാഇന്റെ നിയമമാണുള്ളത്. ജഹ്റതൻ ഫഅഖദത്കുമുസ് സായിഖതു വഅൻതും തൻദുറൂൻ. فأخذتكم الصاعقة وأنتم تنظرون. وأنتم سكنا نون ശേഷം ത, അതിനുശേഷം വീണ്ടും സുക്കൂന നൂന് ശേഷം വ എന്ന അക്ഷരങ്ങളാകുന്നു. അപ്പോൾ അവിടെ ഇഖ്ഫാഇന്റെ നിയമമാണുള്ളത്.
وإذ قلتم يا موسى لن نؤمن لك حتى نرى الله جهرة فأخذتكم الصاعقة وأنتم تنظرون. ثم بعثناكم من بعد موتكم لعلكم تشكرون. ثم بعثناكم സുക്കുന ഷദ്ദുള്ള മീമാണ് അവിടെ മണിക്കണം. ثم بعثناكم من بعد അവിടെ സുക്കുന മീമിന് ശേഷം വീണ്ടും മീമ് കടന്നു വന്നിട്ടുണ്ട്. അവിടെ ഉള്ള നിയമം എന്താണ്? സുക്കുന മീമിന് ശേഷം വീണ്ടും മീമ് കടന്നു വന്നാൽ ഇദ്ഗാം ചെയ്തുകൊണ്ട് ഓതണം. അവിടെ മണിക്കുകയും വേണം. ثم بعثناكم من بعد നൂനിന് ശേഷം ബ എന്ന അക്ഷരമാണ്. സുക്കുന നൂനിന് ശേഷം ബ എന്ന അക്ഷരം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ എങ്ങനെയാണ് ഓതേണ്ടത്? ഇഖ്ലാബിന്റെ നിയമമാണുള്ളത്, അല്ലെ? അതായത് സുക്കുന നൂനിനെ മീമാക്കി ഉച്ചരിച്ചുകൊണ്ട് ഓതുക. ثم بعثناكم من بعد موتكم لعلكم تشكرون. وإذ قلتم يا موسى لن نؤمن لك حتى نرى الله جهرة فأخذتكم الصاعقة وأنتم تنظرون. ثم بعثناكم من بعد موتكم لعلكم تشكرون. കഴിഞ്ഞ ആയത്തിൽ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ജനതയോട് പശുക്കുട്ടിയെ ഉണ്ടാക്കിയത് നിമിത്തം നിങ്ങൾ തെറ്റ് ചെയ്തിരിക്കുന്നു, നിങ്ങൾ നിങ്ങളോട് തന്നെ അക്രമം ചെയ്തിരിക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ സൃഷ്ടാവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക, നിങ്ങൾ നിങ്ങളെ തന്നെ വധിച്ചു കളയുകയും ചെയ്യുക, നിങ്ങളുടെ സൃഷ്ടാവിന്റെ അടുക്കൽ അതാകുന്നു നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്, അവൻ തീർച്ചയായും പൊറുക്കുന്നവനും പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കരുണാനിധിയുമാകുന്നു എന്ന ആ കാര്യം വിശദീകരിച്ചതിനു ശേഷം അള്ളാഹു അവരെ ഓർമ്മിപ്പിക്കുകയാണ് വീണ്ടും. അതായത് ഒരുപാട് കാര്യങ്ങൾ അനുഗ്രഹങ്ങളെ സംബന്ധിച്ചും അല്ല മറ്റു കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ട് വഇദ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു ആ കാര്യങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവരോട് ഓർക്കുവാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. നിങ്ങളെ രക്ഷപ്പെടുത്തി, ഫിർഔനിൽ നിന്ന് രക്ഷപ്പെടുത്തി, നിങ്ങൾക്ക് ചെങ്കടൽ പിളർത്തിത്തരികയുണ്ടായി, അതുപോലെ ഫിർഔനിനെ മുക്കി നശിപ്പിക്കുകയുണ്ടായി, അതുപോലെ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമുക്ക് 40 രാത്രിയെക്കുറിച്ചുള്ള കരാർ, അങ്ങനെയുള്ള ഒരു കരാർ അതും നിങ്ങൾ ഓർക്കുക. പിന്നീട് നിങ്ങൾ പശുക്കുട്ടിയെ ഉണ്ടാക്കി അതിനെ ആരാധിച്ചു, അതിനെ അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരികയും ചെയ്തു. പിന്നീട് മൂസ നബിയിലൂടെ ഒരു വേദഗ്രന്ഥത്തെ നിങ്ങൾക്ക് നൽകുകയുണ്ടായി. അതിനുശേഷം നിങ്ങൾ പശുക്കുട്ടിയെ ഉണ്ടാക്കിയത് കാരണം ആ കാരണത്താൽ
നിങ്ങളോട് തന്നെ അക്രമം പ്രവർത്തിച്ചിരിക്കുന്നു എന്നും അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിങ്കലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുക എന്നും അങ്ങനെ അള്ളാഹു നിങ്ങളുടെ പശ്ചാത്താപം സ്വീകരിച്ചു എന്നും അല്ല ദാലിക്കും ഖൈറുലക്കും ഇൻദ ബാരിഇക്കും അതാകുന്നു നിങ്ങളുടെ സൃഷ്ടാവിങ്കൽ ഏറ്റവും ഖൈറായിട്ടുള്ളത് എന്നും അങ്ങനെ അവൻ നിങ്ങളുടെ പശ്ചാത്താപം സ്വീകരിച്ചു എന്നും അവനേറെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാകുന്നു എന്ന കാര്യവും പറഞ്ഞു. വീണ്ടും വഇദ് ഖുൽതും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഒരുപാട് തവണ ആവർത്തിച്ച് പറഞ്ഞ കാര്യമാണ്. വഇദ് അവിടെ വീണ്ടും നേരത്തെ പറഞ്ഞതിലേക്ക് അത്ഫ് ചെയ്തുകൊണ്ടാണ് ആ വാവ് അവിടെ പറയുന്നത്. അപ്പോൾ വാവ് അവിടെ അത്ഫിന്റെ വാവാണ്. വഇദ് ഖുൽതും വഇദ് എന്ന് പറയുന്നത് ഇത് എന്ന് പറയുന്നത് ളർഫ് സമാൻ അല്ലെ, ളർഫ് സമാനാണ്. മാദിയായ ളർഫ് സമാനാണ്. ളർഫ് സമാൻ മാദി. പിന്നെ മബ്നിയുൻ അലാ അസ്സുകൂൻ, മബ്നിയുൻ അലാ അസ്സുകൂൻ. എന്താണ് ഇത് എന്ന് പറഞ്ഞാൽ? ഇത് എന്ന് പറഞ്ഞാൽ സന്ദർഭം എന്നാണ് ഇത് എന്നതിന്റെ അർത്ഥം. സന്ദർഭം. അപ്പോ ഇവിടെ സന്ദർഭത്തെ ഓർക്കുക എന്നതാണ് അല്ലെ. അവിടെ ഒരു ഫിയലുണ്ട്, ഉദ്കുർ എന്ന ഫിയലുണ്ട്. അപ്പോ ഉദ്കുർ ഇത്, അപ്പൊ അത് ഇത് എന്നത് മഫ്ഊൽ ബിഹിയുടെ സ്ഥാനത്താണ്. ظرف زمان ماضي مبني على السكون في محل نصب مفعول به لفعل محذوف تقديره اذكر. قلتم. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ സന്ദർഭത്തെ ഓർക്കുകയും ചെയ്യുക. ഇത് എന്ന് പറഞ്ഞാൽ സന്ദർഭത്തെ ഓർക്കുകയും ചെയ്യുക. ഖുൽതും എന്ന് പറയുമ്പോൾ ഖാല യഖൂലു, ഖാല എന്ന ഫിയലിൽ നിന്നുണ്ടാകുന്ന അതിന്റെ സ്ഥാനം എവിടെയായിരിക്കും? അതിന്റെ സ്ഥാനം ഖുൽതും എന്ന് പറയുന്നതിന്റെ യഥാർത്ഥമായ സ്ഥാനം എവിടെയാണ്? അതിന്റെ സീഗ നിങ്ങൾ പറഞ്ഞു, അതാണ് ഖുൽതും. ഇത് ഖുൽതും എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞു. ഹാദിർ മുദക്കർ ജംഅ അല്ലേ, ഹാദിർ മുദക്കർ ജംഅ. ഖുൽതും ഇത് ഖുൽതും ഹാദിർ മുദക്കർ ജംഅ. ഖുൽതും നിങ്ങൾ പറഞ്ഞു എന്നാണ്. നിങ്ങൾ പറഞ്ഞു. ഫിയൽ മാദിയാണ്, മബ്നിയുൻ അലാ അസ്സുകൂനാണ്. കാരണം ഖുൽതും എന്ന് പറയുന്നത് ഖുൽ എന്നാണ് അതിലുള്ള ആ ഫിയലിന്റെ അവസാനം. പിന്നെ അതിലേക്ക് തും ചേർന്ന് വരുന്നു. തും എന്നത് അൻതും എന്നതിന്റെ തും. ഖുൽതും. അപ്പൊ തും എന്ന് പറയുമ്പോൾ അതെന്താണ്? ളമീർ. ഖുൽ എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞതുപോലെ ഫിയൽ മാദി മബ്നിയുൻ അലാ സുകൂൻ അല്ലേ, ഫിയൽ മാദി. പിന്നെ തും എന്ന് പറയുമ്പോൾ ളമീർ മബ്നിയുൻ അലാ അസ്സുകൂൻ ഫി മഹല്ലി റഫ്അ അല്ലേ.
കാരണം ഫായിലായിട്ടാണ് വരുന്നത്. ഫീ റഫ്ഇ ഫായിൽ. അത് മുസ്തതിറാണ്. ضمير مبني على السكون في محل رفع فاعل. وإذ قلتم يا موسى يا موسى يا എന്നത് ഖുൽ എന്നത് ഫിഅൽ അംറല്ല, അത് തെറ്റാണ്. ഖുൽ എന്നത് ഇവിടെ പറയുന്നത് ഫിഅൽ അംറായിട്ടല്ല. ഇവിടെ ഖാല എന്നതിന്റെ ഹാദിർ ജംഅ് മുദക്കർ സീഗയിൽ വരുന്ന രൂപമാണ് ഖുൽതും എന്നത്. പക്ഷെ അതിലടങ്ങിയ ഖുൽ എന്നത് മബ്നിൻ അല സുക്കൂനാണ് എന്നർത്ഥം. അതുകൊണ്ട് ഫിഅൽ അംറായിട്ടാരും അതിനെ കാണരുത്. ഫിഅൽ അംർ തന്നെയാണ്. ഖുൽ എന്ന് പറയുമ്പോൾ ഫിഅൽ അംർ ഉണ്ട്. പക്ഷെ ഇവിടെ പറയുന്നത് ഖുൽതും എന്ന് പറയുമ്പോൾ അത് ഖുൽതും എന്നാണ്. ഖാല ഖാല ഖാലു ഖാലത്ത് ഖാലതാ ഖുൽന ഖുൽത ഖുൽതുമാ ഖുൽതും ഖുൽതി ഖുൽതുമാ ഖുൽതുന്ന ഖുൽതു ഖുൽന എന്നാണ്. അപ്പോ യാ എന്നത് ഹർഫ് നിദാ അല്ലേ, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഹർഫ് നിദാ ആണ്. മൂസ മൂസ. വഇദ് ഖുൽതും, നിങ്ങൾ പറഞ്ഞ ആ സന്ദർഭത്തെ ഓർക്കുക എന്നർത്ഥം. യാ മൂസ, എന്താ പറഞ്ഞത്? യാ മൂസ, ഹേ മൂസ. അപ്പൊ മൂസ എന്ന് പറയുന്നത് മുനാദയാണ് ഇവിടെ അല്ലെ, മുനാദയാണ്. മുനാദ മൻസൂബാണ്. ഇവിടെ പിന്നെ യഥാർത്ഥത്തിൽ മൂസ എന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. യാ മൂസ എന്ന് പറയുമ്പോൾ ഇവിടെ യാക്ക് ശേഷം വരുന്ന മുനാദയാണ് മൂസ. പക്ഷെ അത് മൂസ എന്ന ഇസ്മ് എന്താണ്? അത് മബ്നിയാണ്. അലദ്വമ്മി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് അലദ്വം, മബ്നീൻ അലദ്വം. മൂസ കാരണം ഫായിലാണ്. മൂസ മബ്നീൻ അലദ്വമ്മാണ്. ضم المقدر, മനസ്സിലായില്ലേ? മബ്നിയൻ അല ضമ്മിൽ മുഖദ്ദർ. അവിടെ ഫി മഹല്ലി നസ്ബ്, നസ്ബിന്റെ മഹല്ലിൽ വരുന്നു എന്നർത്ഥം. അപ്പൊ മൂസ എന്നത് എപ്പോഴും മൂസ തന്നെയാണ്. മൂസ എന്നത് എപ്പോഴും മൂസ തന്നെയാണ്. കാരണം അവിടെ പറഞ്ഞതുപോലെ മബ്നിയൻ അല ضമ്മിൽ മുഖദ്ദറാണ്. ഈ മഹല്ലി നസ്ബ്, കാരണം നസ്ബിന്റെ സ്ഥാനത്ത് വരാൻ കാരണം അത് മുനാദയായതുകൊണ്ട്. അപ്പോ വഇദ് ഖുൽതും യാ മൂസ ലൻ നുഅ്മിന ലൻ നുഅ്മിന ലൻ നുഅ്മിന ലൻ ലൻ നുഅ്മിന എന്ന് പറയുമ്പോൾ നുഅ്മിനു, മനസ്സിലായില്ലേ? ആമന യുഅ്മിനു, അതിൽ നിന്നുണ്ടാകുന്ന നുഅ്മിനു ആണ്. അപ്പൊ നുഅ്മിനു എന്നതിന്റെ സ്ഥാനം എന്താണ്? നുഅ്മിനു, നുഅ്മിനു എന്ന് പറയുന്നതിന്റെ സ്ഥാനം എന്താണ്? നുഅ്മിനു, അതിന്റെ സീഗ എന്താണ്? മുതകല്ലിം ജംആൻ അല്ലെ, മുതകല്ലിം ജംആണ്. ഫിഅൽ മുളാരിയാണ്. ഫിഅൽ മുളാരിയിൽ നിന്നുണ്ടാകുന്ന ജംഅ് മുതകല്ലിമാണ് അല്ലെ, ഫിഅൽ മുളാരിയിൽ നിന്നുണ്ടാകുന്ന. അപ്പോൾ ഇവിടെ നുഅ്മിനു എന്നതിന്റെ മുമ്പിൽ ലൻ എന്ന, ലൻ എന്തിൽപ്പെട്ടതാണ്? അൻ, ലൻ, ഇദൻ, കൈ, ഇതൊക്കെ എന്തിൽപ്പെട്ടതാകുന്നു? നവാസിബിൽപ്പെട്ടതാണ്. അപ്പോ ലൻ എന്ന് പറയുന്നത് ഹർഫ്, അതോടൊപ്പം അത് നിഷേധത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ഒരിക്കലും ഇല്ല എന്ന അർത്ഥത്തിലാണ് ലൻ ഉപയോഗിക്കുക. ഒരിക്കലും ഇല്ല, മനസ്സിലായില്ലേ? അപ്പൊ അത് നവാസിബിൽപ്പെട്ട ഒന്നാകുന്നു.
അപ്പോ ഹർഫ് നഫി വ നസ്ബ് എന്ന് അതിനെക്കുറിച്ച് പറയാൻ പറ്റും. ലൻ എന്ന് പറയുമ്പോൾ ഹർഫ് നഫി വ നസ്ബ് എന്ന് പറയാൻ പറ്റും. ഹർഫ് നഹി അല്ല, ഹർഫ് നഫി നിഷേധത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ലൻ നുഅ്മിന, അപ്പോ നവാസിബിൽപ്പെട്ടതായതുകൊണ്ട് അതിനുശേഷം വരുന്ന ഫിഅൽ മുദാരിഇനെ അത് നസ്ബ് ചെയ്യും. അതുകൊണ്ടാണ് നുഅ്മിനു എന്നത് നുഅ്മിന എന്നായി മാറുന്നത്. നസ്ബ് ചെയ്യുന്ന ഒരു ഹർഫാണ് ലൻ. അപ്പോ ലൻ വന്നു കഴിഞ്ഞാൽ അതിനു ശേഷം വരുന്ന മുദാരി ആയ ഫിഅൽ അത് മൻസൂബായി മാറും, നസ്ബ് ചെയ്യപ്പെടും. അപ്പോ നുഅ്മിന എന്നത് ഫിഅൽ മുദാരി മൻസൂബാകുന്നു എന്നർത്ഥം. وَإِذْ قُلْتُمْ يَا مُوسَى لَن نُؤْمِنَ. അപ്പൊ നുഅ്മിനു എന്നതിലെ ഫാഇല് അല്ലെങ്കിൽ അതിലിറങ്ങിയ ഫാഇൽ എന്താണ്? നുഅ്മിനു എന്നതിലെ ഫാഇല് ളമീർ മുസ്തത്തിറാണ്. തഖ്ദീറുഹു നഹ്നു, ഇതാണ് ളമീർ മുസ്തത്തിർ. തഖ്ദീറുഹു നഹ്നു, മുസ്തത്തിറായ ളമീറാണ്, അതിന്റെ തഖ്ദീർ നഹ്നു എന്നാകുന്നു. നഫി എന്ന് പറയുന്നതും നഹി എന്ന് പറയുന്നതുമുള്ള വ്യത്യാസം, നഫി നെഗറ്റീവ് ആയി പറയും, പക്ഷെ നഹി എന്ന് പറയുന്നത് നിരോധത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ലാ തഫ്അലു, നീ ചെയ്യുന്നില്ല, അത് നഫിയാണ്. ലാ തഫ്അൽ, നീ ചെയ്യരുത്, അത് നഹിയാണ്. അതാണ് അതിലുള്ള വ്യത്യാസം. ഒന്ന് നിരോധിക്കാൻ വേണ്ടിയിട്ട് ചെയ്യരുത്, അത് നഹിയാണ്. അതേസമയം ലാ തഫ്അലു, നീ ചെയ്യുന്നില്ല, അപ്പോ അതിനെ ചെയ്യുന്നില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട്, അതാണ് നഫി. കൂടെ ലൻ നുഅ്മിന എന്നതിന്റെ അർത്ഥം ലന്നിന്റെ പ്രയോഗം ഒരിക്കലും സംഭവിക്കില്ല എന്ന് അല്ലെങ്കിൽ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പം ലൻ നുഅ്മിന വഇദ് ഖുൽതും യാ മൂസ ലൻ നുഅ്മിന വഇദ് ഖുൽതും യാ മൂസ, വഇദ് ഖുൽതും നിങ്ങൾ പറഞ്ഞ സന്ദർഭവും ഓർക്കുക. യാ മൂസ, മൂസ, ലൻ നുഅ്മിന, നിശ്ചയമായും ഞങ്ങൾ വിശ്വസിക്കുകയില്ല തന്നെ, ഞങ്ങൾ ഒരിക്കലും വിശ്വസിക്കുകയില്ല. അപ്പോ ലൻ നുഅ്മിന ലൻ നുഅ്മിന ലക, നിനക്ക്, അതായത് നിന്നിൽ വിശ്വസിക്കുകയില്ല, നിന്നെ വിശ്വസിക്കുകയില്ല എന്ന അർത്ഥത്തിലാണ്. ആമന ലി എന്നത് ആ രൂപത്തിലാണ്, നിന്നെ വിശ്വസിക്കുകയില്ല. അപ്പോൾ ലക എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിലടങ്ങിയ ലാമ് ഇതാകുന്നു, ഹർഫ് ജറാണ് ലാം, അല്ലെ? അവിടെ വരുന്ന കാഫ് എന്താകുന്നു? കാഫ് എന്താണ്? ളമീറാണ്, മുത്തസിലായി വരുന്ന ളമീറാണ്. മബ്നിയുൻ അലൽ ഫത്ഹി, അല്ലെ? മബ്നിയുൻ അലൽ ഫത്ഹി. ഫീ മഹല്ല് എന്തായിരിക്കും? ഫീ മഹല്ലി ലക, ലാമു ഹർഫ് ജറാണ്. ഫീ മഹല്ലി ജർ, കാരണം ഫീ മഹല്ലി ജറാവാണ്. കാരണം എന്താണ്? അതിന് മുമ്പുള്ള ഹർഫ് ജറിന് ശേഷം വരുന്ന ഇസ്മാണ് ക, അതായത് ളമീറാണ്, അത് മബ്നിയുൻ അലൽ ഫത്ഹാണ്. കാഫ് അൻതയുടെ സ്ഥാനമാണ്, നിന്നെ വിശ്വസിക്കുകയില്ല എന്ന അർത്ഥത്തിലാണ്. അപ്പൊ അതുകൊണ്ട് ഇസ്മു മജ്റൂറാണ് എന്ത്?
ഇസ്മു മജ്റൂറാണ്. കാഫ്. അപ്പൊ അതുകൊണ്ടത് ജറിന്റെ സ്ഥാനത്താണ്. അപ്പോ ലൻ നുഅ്മിന ലക, നിന്നെ ഒരിക്കലും വിശ്വസിക്കുകയില്ല എന്നർത്ഥം. ഞങ്ങൾ താങ്കളെ വിശ്വസിക്കുകയില്ല തന്നെ. ഹത്ത, ഹത്ത എന്ന് പറഞ്ഞാൽ വരെ. ഹത്ത എന്ന് പറഞ്ഞാൽ വരെ. ഹത്ത എന്നത് ഹർഫുകളിൽപ്പെട്ടതാണ്. ഹത്ത എന്നത് ഹർഫുകളിൽപ്പെട്ടതാണ്. അത് ഒരു ഫിഅൽ മുളാരിഇന്റെ മുമ്പിൽ ഭാവിയെ സൂചിപ്പിക്കാൻ വേണ്ടി വരുമ്പോൾ അത് മൻസൂബാണ്. പിന്നെ അത് ഹർഫ് നസ്ബായി വരും, നസ്ബ് ചെയ്യും. അതിനുശേഷം വരുന്ന ആ ഹത്ത ഒരു ഫിഅൽ മുളാരി, അത് നസ്ബ് ചെയ്യപ്പെടും. ഒരു ഫിഅൽ മുളാരിയുടെ മുമ്പിൽ ഹത്ത വന്നാൽ ഭാവിയെ സൂചിപ്പിക്കുന്ന അർത്ഥത്തിലാണെങ്കിൽ അത് നസ്ബ് ചെയ്യപ്പെടുമെന്നാണ്. ഹത്തയുടെ പ്രയോഗം അങ്ങനെയാണ്. അത് ഒരു കാര്യത്തിന്റെ അറ്റം സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഹർഫ് ഗായത്ത് എന്നാണ് അതിന് പറയുക. ഹർഫ് ഗായ വനസ്ബ് ആകുന്നു ഇവിടെയുള്ള ഹത്ത. എല്ലാ ഹത്തയും അങ്ങനെയാവൂല. അത് ഇസ്മുകളെ ഘടിപ്പിക്കുന്ന രൂപത്തിലുള്ള അത്ഫിന്റെ പ്രയോഗത്തിലും അത് പ്രയോഗിക്കപ്പെടാറുണ്ട്. അത് ഹത്തയെ സംബന്ധിച്ചുള്ള കൂടുതൽ പഠിക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഹത്ത എന്ന് പറയുമ്പോൾ അത് ഇസ്മിന്റെ മുമ്പിൽ വരാറുണ്ട്. ഇസ്മിന്റെ മുമ്പിൽ വരുമ്പോ അതുകൊണ്ട് ഇപ്പോ പിന്നെ അർത്ഥമാക്കുന്നത് അതുപോലെ തന്നെ ഇങ്ങനെ ഫിഅൽ മുളാരിന്റെ മുമ്പിൽ വരുന്നതും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അകൽതു സമക, അകൽതു അസ്സമക, ഹത്താ റഅസഹ എന്ന് പറയും. അകൽതു അസ്സമക, ഞാന് മത്സ്യം തിന്നു. ഹത്താ റഅസഹ, അതിന്റെ തല വരെ. എന്നാൽ അതേസമയം ഇവിടെ ഫിഅൽ മുളാരിഇന്റെ മുമ്പിൽ വരുമ്പോൾ യഥാർത്ഥത്തിൽ അതൊരു ശേഷം വരുന്ന ഫിഅൽ മുളാരി ഇവിടെ ഹത്താ നറ എന്നാണ്. ഹത്താ നറ എന്നാണ്. ഹത്താ നറ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നറ എന്ന് പറഞ്ഞാൽ റഅ എന്നതിൽ നിന്നുണ്ടാകുന്നതാണ്. റഅ യറ അതിന്റെ മുളാരിയാണ്. റഅ എന്നതിന്റെ മുളാരിയാണ് യറ, അല്ലേ? അപ്പൊ അതിൽ നിന്നുണ്ടാകുന്നതാണ് നറ. അറ നറ. അറ എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടു. തറ നീ കണ്ടു. സോറി, തറ നീ കാണുന്നു. അറ ഞാൻ കാണുന്നു. അപ്പം റഅ എന്ന് പറയുമ്പം കണ്ടു. റഅയ്തു ഞാൻ കണ്ടു. റഅയ്ന ഞങ്ങൾ കണ്ടു. അതിന്റെ നേരെ മുളാരിയാണ്. നറ എന്ന് പറയുമ്പോൾ അതിന്റെ സീഗ എവിടെ വരും? അതിന്റെ സീഗ എവിടെ വരും? ജംഅ് മുത്തക്കല്ലിമാണ്. ജംഅ് മുത്തക്കല്ലിമാകുന്നു. അപ്പോ ഹത്താ നറല്ലാഹ് ജംഅ് മുത്തക്കല്ലിം. ശരി, ഹത്താ നറ. അപ്പൊ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഹത്തക്ക് ശേഷം വരുന്ന നറ എന്നത് ഇവിടെ നറയില് പിന്നെ അലിഫ് മഖ്സൂറ, അതിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ലമ്മ അൽ മുഖദ്ദറ യഫ്അലു നഫ്അലു എന്ന അർത്ഥത്തിൽ ലമ്മത്തുൽ അത് മുഖദ്ദറാണ്. പക്ഷെ ഇവിടെ നസ്ബ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ നറ എന്ന് പറയുമ്പോൾ അവസാനത്തിലുള്ള നമ്മൾ സാധാരണ ഫഅല യഫ്അലു എന്നെടുക്കുകയാണെങ്കിൽ അവസാനത്തെ അക്ഷരത്തിന് ലമ്മാണ് വരിക, മുളാരിയാണ്, അല്ലെ? അവസാനത്തെ അക്ഷരത്തിന് ലമ്മാണ് വരിക. അപ്പൊ ഇവിടെയും യഥാർത്ഥത്തിൽ ലമ്മ് എന്താണ്, മുഖദ്ദറായ ലമ്മുണ്ട്. പക്ഷെ അതിനു മുമ്പിൽ ഹത്ത വന്നത് കൊണ്ട് ഇത് നസ്ബ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഹത്ത എന്ന് വന്നത് കൊണ്ട് നസ്ബ് ചെയ്യപ്പെട്ടിട്ടുണ്ട്.
ഉദാഹരണം പറഞ്ഞാൽ മറ്റ് ചില ആയത്തുകളിൽ നിന്നൊക്കെ സൂറത്തുൽ കഹ്ഫില് قالوا لن نبرح عليه عاكفين حتى يرجع إلينا موسى يرجع എന്നാ പറയാ حتى يرجع إلينا موسى സൂറത്തുൽ ബഖറയിൽ തന്നെ ഉണ്ടല്ലോ وزلزلوا حتى يقول الرسول സൂറത്ത് ത്വാഹയിലാണ് ഞാനിപ്പോ ഓതിയത് ലൻ നബ്റഹ അലൈഹി ആകിഫീന ഹത്താ യർജിഅ ഇലൈനാ മൂസ. സൂറത്തുൽ ബഖറയിലെ 214-ാമത്തെ ആയത്തില് വസുൽസിലു ഹത്താ യഖൂലർ റസൂലു ഹത്താ യഖൂലർ റസൂലു, അവിടെ വരുന്ന യഖൂലു ഫിഅൽ മുളാരി ഒക്കെ മുസ്തഖ്ബിലിന്റെ സ്ഥാനത്താണ്, അതായത് ഭാവിയിൽ സംഭവിക്കുന്നതിന്റെ അർത്ഥത്തിലാണ് അത് വരുന്നത് എന്നാണ്. ലൻ നബ്റഹ അലൈഹി ആകിഫീന ഹത്താ യർജിഅ ഇലൈനാ മൂസ, സൂറത്ത് ത്വാഹയിലെ 91-ാമത്തെ ആയത്തിൽ കാണാൻ സാധിക്കും. ഇങ്ങനെ വ്യത്യസ്ത ആയത്തുകളിൽ അത് വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ നറ എന്ന് പറയുമ്പോ പിന്നെ അവിടെ അത് മൻസൂബായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇവിടെ നസ്ബ് യഥാർത്ഥത്തിൽ വരുന്നത് എങ്ങനെയാണ് പറയാ? അൽ ഫത്ഹത്തുൽ മുഖദ്ദറ എന്നാണ് പറയാ, അല്ലേ? അതെ, ഫിഅൽ മുളാരി നറ എന്നതിനെ സംബന്ധിച്ച് പറയുമ്പോ സൂറത്ത് കഹ്ഫിലെ 60-ാമത്തെ ആയത്തിലും അത് കാണാൻ സാധിക്കും. വഇദ് ഖാല മൂസാ ലിഫതാഹു ലാ അബ്റഹു ഹത്താ അബ്ലുഗ മജ്മഅൽ ബഹ്റൈനി ഔ അംളിയ ഹുഖബ വഇദ് ഖാല മൂസാ ലിഫതാഹു ലാ അബ്റഹു ഹത്താ അബ്ലുഗ, കണ്ടോ, ഞാൻ എത്തുന്നത് വരെ ഹത്താ അബ്ലുഗ എന്നാണ്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് ആയത്തുകൾ നമുക്ക് വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും. അപ്പൊ ഇവിടെ എന്താ നമ്മൾ പറഞ്ഞു വന്നത്? നറ എന്ന് പറയുമ്പോ അത് ഫിഅൽ മുളാരി ആണ്, ഫിഅൽ മുളാരി മൻസൂബാണ് ബിൽ ഫത്ഹ അൽ മുഖദ്ദറ, ബിൽ ഫത്ഹത്തിൽ മുഖദ്ദറ. അതിലടങ്ങിയ ഫാഇല് എങ്ങനെയാണ്? നറ എന്നതിലടങ്ങിയ ഫാഇല് ളമീർ മുസ്തതിർ തഖ്ദീറുഹു നഹ്നു, അല്ലേ? തഖ്ദീറുഹു നഹ്നു. ഹത്താ നറ, അപ്പോ ഞങ്ങൾ, അവിടെ ഫിഅൽ ഏതാണ്? ഫിഅൽ റഅ യറ, നറ എന്നതാണ് ഫിഅൽ. നറ എന്ന് പറഞ്ഞത് കൊണ്ട് അതിലെ ഫാഇല് നഹ്നു ആണ്. അപ്പോ ഞങ്ങൾ കാണുന്നത് വരെ, ഞങ്ങൾ കാണും വരെ, അല്ലാഹ എന്ന് പറയുമ്പോൾ അല്ലാഹു എന്നത് മഫ്ഊല് ബിഹിയാണ്. അപ്പോ ഫാഇലും മഫ്ഊല് ബിഹിയും നമുക്ക് മനസ്സിലായി. അപ്പോ അല്ലാഹ എന്നത് ലഫ്ദുൽ ജലാല, മഫ്ഊല് ബിഹി മൻസൂബ്. അല്ലാഹ് എന്ന് പറയുന്നത് ലഫ്ദുൽ ജലാല, മഫ്ഊല് ബിഹി മൻസൂബ്. ഹത്താ നറല്ലാഹ, ഞങ്ങൾ, ഇതിന്റെ അർത്ഥം മനസ്സിലാക്കുക, കൃത്യമായിട്ട് അതിന്റെ അർത്ഥം മനസ്സിലാക്കുക. വഇദ് ഖുൽതും യാ മൂസാ ലൻ നുഅ്മിന ലക ഹത്താ നറല്ലാഹ ജഹറതൻ,
മൂസ അള്ളാഹുവിനെ പ്രത്യക്ഷത്തിൽ കാണുന്നത് വരെ, അള്ളാഹുവിനെ പ്രത്യക്ഷത്തിൽ കാണുന്നത് വരെ എന്നാണ്. അപ്പൊ പ്രത്യക്ഷത്തിൽ എന്ന അർത്ഥത്തിലാണ് ഇവിടെ ജഹ്റത്തൻ എന്ന് വരുന്നത്, പ്രത്യക്ഷത്തിലാവുന്നത് ജഹ്റത്ത്, ജഹ്റത്തുൻ. പക്ഷെ ഇവിടെ ജഹ്റത്തൻ എന്നാണ്. എന്താ കാരണം? മാഷാ അല്ലാഹ്, എന്താണത്? ഹാലാണ്. അത് ഹാലാണ്. കാരണം ഹത്താ നറല്ലാഹ ജഹ്റത്തൻ, ഞങ്ങൾ കാണുകയാണ് അള്ളാഹുവിനെ. എങ്ങനെ? ഞങ്ങൾ എങ്ങനെയാ കാണുന്നത്? അതിന്റെ അവസ്ഥ എങ്ങനെയാണ്? അത് പ്രത്യക്ഷമായിക്കൊണ്ട് എന്ന അർത്ഥത്തിലാണ്. അപ്പൊ അത് ഹാലായിട്ടാണ് വരുന്നത്. ആ അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. ഞങ്ങൾക്ക് എങ്ങനെയാണ് കാണേണ്ടത്? ജഹ്റയായിക്കൊണ്ട്, പ്രത്യക്ഷമായിക്കൊണ്ട്. അപ്പോ ഹത്താ നറല്ലാഹ ജഹ്റതൻ ഫഅഖദതുകുമുസ് സാഇഖ, ഫഅഖദതുകുമുസ് സാഇഖ. അവിടെ ഫ വരുന്നത് ഹർഫ് അത്ഫാണ്. ഹത്താ നറല്ലാഹ ജഹ്റതൻ ഫഅഖദതുകുമുസ് സാഇഖ. ഫ സാഹിബുൽ ഹാല് എന്തായിരിക്കും അവിടെ? പെട്ടെന്ന് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും. സാഹിബുൽ ഹാല് എന്താണ്? മഫ്ഊല് ബിഹിയിൽ നിന്നുണ്ടാകുന്ന സാഹിബുൽ ഹാലാണ്. അപ്പോ അവിടെ അള്ളാഹു എന്ന അർത്ഥത്തിലാണ്. അള്ളാഹുവിനെയാണ് പ്രത്യക്ഷത്തിൽ കാണേണ്ടത്. അല്ല, നഹ്നു അല്ല, അത് മാറിപ്പോരുത്. നഹ്നു വരുന്നത് ഫാഇലിൽ നിന്നാണ്. ഫാഇല് ഞങ്ങളെ തന്നെ പ്രത്യക്ഷമായി കാണില്ലല്ലോ. അള്ളാഹുവിനെ കുറിച്ച് ജഹ്റത്തൻ, പ്രത്യക്ഷമായി എന്ന അർത്ഥത്തിലാണ്. അള്ളാഹുവിനെ പ്രത്യക്ഷമായി കാണുന്നത്. അപ്പൊ അതുകൊണ്ടത് മഫ്ഊല് ബിഹിയിൽ നിന്നുണ്ടാകുന്ന ഹാലാണ്. സാഹിബുൽ ഹാല് അള്ളാഹു ആണ്. അപ്പോ ഹത്താ നറല്ലാഹ ജഹ്റതൻ ഫഅഖദതുകുമുസ് സാഇഖ. ഫഅഖദതുകും, ഫഅഖദതുകും. ഫ എന്ന് പറഞ്ഞത് ഇവിടെ ഹർഫ് അത്ഫാണെന്ന് പറഞ്ഞു. പിന്നെ അതില് ബാക്കിയുള്ളത് അഖദതുകും എന്നതാണ്. അഖദ, അഖദ ഇവിടെ അർത്ഥം പിടികൂടി, പിടിപെട്ടു. അപ്പോ അഖദ എന്ന് പറഞ്ഞാൽ ഫിഅല് മാദി അല്ലേ? അഖദത്, അഖദത് കും, ഇങ്ങനെയാണ്. അഖദത് കും. അപ്പോ ഫിഅല് മാദി മബ്നിയുൻ അല സുക്കൂനായി വരുന്നു. മബ്നിയുൻ അല അസ്സുക്കൂൻ. അഖദത് എന്ന് വരുമ്പോൾ അത് മബ്നിയുൻ അല സുക്കൂനാണ്. അഖദ എന്ന് പറയുമ്പോൾ മബ്നിയുൻ അലൽ ഫത്ഹാണ്. അഖദത്ത് എന്ന് പറയുമ്പോൾ മബ്നിയുൻ അല സുക്കൂൻ. അപ്പൊ അതിന്റെ സീഗ എന്താണ്? അഖദത്ത്. സോറി, അഖദത്ത് എന്ന് പറയുമ്പോൾ അഖദത്ത് കും അവിടെ വരുന്നത് ശരിയാണ്. അഖദ എന്നതിലാണ്. അഖദ എന്നത് ഫിഅൽ മാദി മബ്നിയുൻ അലൽ ഫത്ഹിന്റെ അടുത്ത് തെറ്റിയതാണ്. ഫിഅൽ മാദി മബ്നിയുൻ അലൽ ഫത്ഹ്, മബ്നിയുൻ അലൽ ഫത്ഹ്. അഖദത് എന്നതിന്റെ സീഗ എന്താണ്? ഗായിബ് മുഅന്നസ് മുഫ്രദ്. ഗായിബ് മുഅന്നസ് മുഫ്രദാണ്. ഓക്കെ. അഖദത് എന്നത് ഫിഅൽ മാദി ഗായിബ് മുഅന്നസ് മുഫ്രദ് മബ്നിയുൻ അലൽ ഫത്ഹ്. ഓക്കെ. അഖദത് കും, അത് നിങ്ങളെ പിടികൂടി. അപ്പൊ അഖദത് എന്ന് പറയുന്നത്
എന്തുകൊണ്ടാണ് അഖദത്ത് എന്ന് വരാനുള്ള കാരണം, തഅനീസിന്റെ അല്ലെങ്കിൽ മുഅന്നസായി വരാനുള്ള കാരണം? ഇവിടെ പിടികൂടി എന്ന് പറയുന്നത് എന്താണ്? പിടികൂടി എന്ന് പറയുന്നത് എന്താണ്? പിടികൂടിയത് സായിഖത്താണ്. എന്താണ്? സായിഖത്താണ്. സായിഖത്ത് സായിഖത്ത് ഐനാണ് കേട്ടോ. സായിഖത്ത് എന്ന് പറഞ്ഞാൽ ഇടിത്തി, ഇടിത്തി. സഇഖ യസ്അഖു, അതിൽ നിന്നുണ്ടാകുന്നതാണ് സായിഖ്. സഇഖ യസ്അഖു, അതിൽ നിന്നുണ്ടാകുന്ന ഇസ്മു ഫാഇലിന്റെ രൂപമാണ് സായിഖ്. അപ്പൊ അതിൽ നിന്ന് അതിന്റെ തഅനീസിന്റെ രൂപമാണ് സ്വായിഖത്ത്, അതിന്റെ മുഅന്നസിന്റെ രൂപമാണ്. അപ്പൊ സ്വായിഖത്ത് എന്ന് പറയുമ്പോൾ അത് മുഅന്നസാണ്. അതുകൊണ്ടാണ് അഖദത്ത് എന്ന് പറയാനുള്ള കാരണം. അഖദത്ത്. അപ്പോ അഖദത്ത് എന്ന് പറയാനുള്ള കാരണം എന്താണ്? സ്വായിഖത്തിലേക്ക് സൂചിപ്പിക്കുന്നതുകൊണ്ടാണ്. അപ്പൊ അഖദത്ത് എന്നത് ഫിഅല്, അതിന്റെ ഫാഇല് എന്ന് പറയുക. അഖദത്ത് എന്നതിൻ്റെ അടങ്ങിയ ഫാഇൽ എങ്ങനെയായിരിക്കും? അഖദത്ത് എന്നതിലെ സായിഖത്ത് പിന്നെ അതിലെ ഫാഇൽ എങ്ങനെയായിരിക്കും? ളമീർ മുസ്തതിർ തഖ്ദീറുഹു ഹിയ, തഖ്ദീറുഹു ഹിയ. ശരി. ഇനി അഖദത്ത് കും, പിന്നെ അവിടെ അഖദത്ത് കും എന്ന് വരുമ്പോൾ ആ കും എന്തായിരിക്കും? കും, അഖദത്ത് കും എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന കും, അത് നിങ്ങളെ പിടികൂടി, അല്ലെ? അപ്പൊ ലമീർ മബ്നിയുൻ അലാ സുകൂൻ ഫീ മഹല്ലി നസ്ബ് മഫ്ഊൽ ബിഹി മുഖദ്ദം. മഫ്ഊൽ ബിഹിനെ മുന്നിലേക്ക് കൊണ്ടുവന്നു. സാധാരണ നിലക്ക് ഫാഇല് പറഞ്ഞതിന് ശേഷമാണ് മഫ്ഊൽ ബിഹി പറയാ, അല്ലെ? പക്ഷെ ഇവിടെ മഫ്ഊൽ ബിഹിയെ ആദ്യം പറഞ്ഞിട്ട് പിന്നെ ഫാഇലിനെ പറയുന്ന രീതിയാണ്. മനസ്സിലായില്ലേ? അത് എന്തുകൊണ്ടാണ്? അത് ലമീറിലേക്ക് സൂചിപ്പിക്കുമ്പോൾ ആ ലമീറിനെ ഫാഇൽ അടങ്ങുന്ന ഫിഅലിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം പിന്നീട് മഫ്ഊൽ ബിഹിയെ പറയുക എന്നതാണ്. അപ്പോ അഖദത്തുകുമുസ് സായിഖത്തു എന്നതിലേക്കും എന്നതാണ് മഫ്ഊൽ ബിഹി. അതിലെ ഫാഇൽ സായിഖത്താണ്. ഫഅഖദത്തുകുമുസ് സായിഖത്തു വഅൻതും തൻദുറൂൻ, വഅൻതും തൻദുറൂൻ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കെ എന്നർത്ഥം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കെ, നോക്കിക്കണ്ടുകൊണ്ടിരിക്കെ. വഅൻതും, വഅൻതും. വാവ് എന്താണ് അവിടെ? വാവ് മുസ്സലാം റഹ്മത്തുള്ളാഹി. വാവ് എന്താണ്? ഹാലാണ്. വാവ് ഹാലിന്റെ വാവാകുന്നു എന്നർത്ഥം. വഅൻതും, നിങ്ങൾ നോക്കി കണ്ടുകൊണ്ടിരിക്കെ, നിങ്ങൾ നോക്കി കാണുകയും ചെയ്തു എന്ന അർത്ഥത്തിലല്ല, അത്ഫിന്റെ അർത്ഥത്തിലല്ല. നിങ്ങൾ നോക്കി കണ്ടുകൊണ്ടിരിക്കെ അതിന്റെ അവസ്ഥയെ ആണ് പറയുന്നത്. വാവ് വാവുൽ ഹാലാണ്. പിന്നെ അൻതും, നിങ്ങൾ, അറിയാലോ ലമീർ മുൻഫസിൽ, അല്ലേ? ലമീർ മുൻഫസിലാണ്. അൻതും. വഅൻതും തൻദുറൂൻ, നളറ യൻദുറു, തൻദുറൂൻ, നളറ യൻദുറു, നളറ യൻദുറു. അതിൽ നിന്നാണ് തൻദുറൂൻ ഉണ്ടാകുന്നത്. അതിന്റെ സീഗ എന്തായിരിക്കും അപ്പം? നളറ യൻദുറു തൻദുറൂൻ, അതിന്റെ സീഗ എന്തായിരിക്കും? ഹാദിർ ജംഅ് മുദക്കർ, ഹാദിർ ജംഅ് മുദക്കർ, ഹാദിർ ജംഅ് മുദക്കറാണ്. ഗായിബല്ല, തൻദുറൂൻ, തൻദുറൂനാണ്. അപ്പം ഹാദിർ നിങ്ങളാണ്, നിങ്ങൾ കണ്ടോ? അപ്പൊ ഹാദിർ അല്ലേ? അപ്പൊ തൻദുറൂൻ എന്നത് ഫിഅ്ൽ മുളാരിയാണ്, മർഫൂആണ്, അല്ലെ? ഫിഅ്ൽ മുളാരിയാണ്,
ഫിഅൽ മുളാരിയാണ്, മർഫൂ ആണ് തൻദുറൂന എന്ന് പറയുമ്പോൾ. അതിൽ വാവുൽ ജമാഅത്ത് ളമീർ മബ്നിയുൻ അല സുകൂന് ഫി മഹല്ലി റഫ്ഇ ഫാഇൽ അല്ലേ? ശരി. ثم بعثناكم من بعد موتكم لعلكم تشكرون. ثم ആയത്തൊന്ന് കൊടുക്കുക. ثم بعثناكم من بعد موتكم لعلكم تشكرون. അപ്പോ സുമ്മ ബഅസ്നാകും, സുമ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് പിന്നീട്. ഏതായാലും ഒരു കാര്യം ചെയ്യാം, ഈ ആയത്ത് നേരത്തെ പറഞ്ഞ ആയത്ത് അതൊന്നുകൂടി. വഇദ് ഖുൽതും യാ മൂസാ ലൻ നുഅ്മിന ലക ഹത്താ നറല്ലാഹ ജഹ്റതൻ ഫഅഖദതുകുമുസ് സ്വാഇഖതു വഅൻതും തൻദുറൂൻ. നിങ്ങൾ പറഞ്ഞ സന്ദർഭവും ഓർക്കുക. മൂസ, അള്ളാഹുവിനെ പ്രത്യക്ഷത്തിൽ കാണുന്നതുവരെ ഞങ്ങൾ താങ്കളെ വിശ്വസിക്കുകയില്ല തന്നെ. എന്നിട്ട് നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കെ തന്നെ നിങ്ങൾക്ക് ഇടുത്തി പിടിപെട്ടു. വഇദ് ഖുൽതും യാ മൂസ, വഇദ് ഖുൽതും നിങ്ങൾ പറഞ്ഞ സന്ദർഭം ഓർക്കുക. യാ മൂസ, ഏ മൂസ, ലൻ നുഅ്മിന നിശ്ചയമായും ഞങ്ങൾ വിശ്വസിക്കുകയില്ല, ലക നിന്നെ, ഹത്താ നറ ഞങ്ങൾ കാണുന്നത് വരെ, അല്ലാഹ അല്ലാഹുവിനെ, ജഹ്റത്തൻ പ്രത്യക്ഷത്തിൽ, ഫഅഖദതുകും അപ്പോൾ നിങ്ങളെ പിടികൂടി, ഫഅഖദതുകുമുസ് സ്വാഇഖതു ഇടുത്തി, അല്ലെങ്കിൽ ഘോരമായ ഇടിനാദം, ശബ്ദത്തോടു കൂടിയുള്ള ഇടിനാദം എന്നും പറയാം. വഅൻതും നിങ്ങളാകട്ടെ തൻദുറൂൻ നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ വഇദ് ഖുൽതും യാ മൂസ ലൻ നുഅ്മിന ലക ഹത്താ നറല്ലാഹ ജഹ്റ. അപ്പോൾ അവർ ആവശ്യപ്പെട്ടത് അള്ളാഹുവിനെ നേർക്കുനേരെ പ്രത്യക്ഷമായി കാണണം, അതുവരെ വിശ്വസിക്കൂല. അതുകൊണ്ട് തന്നെ അവർ നോക്കിക്കണ്ടുകൊണ്ടിരിക്കെ ഇടുത്തി അവരെ പിടികൂടി. സുമ്മ ബഅസ്നാകും എന്നിട്ട് പറയാണ് സുമ്മ പിന്നീട്. ഹർഫ് ആതിഫിന്റെ ഹർഫ് തന്നെയാണ് ഇവിടെ, മനസ്സിലായില്ല? ഇത് സുമ്മ എന്ന് പറയുന്നത്, ഫ എന്ന് പറയുന്നത്, അതുപോലെ പിന്നെ വാവ് എന്ന് പറയുന്നത്, ഇതൊക്കെ തമ്മിൽ ഉള്ള ഹർഫുകൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ ധാരാളമുണ്ട്. അപ്പോ എപ്പോഴാണ് ഫ ഉപയോഗിക്കുക, എപ്പോഴാണ് സുമ്മ ഉപയോഗിക്കുക, എപ്പോഴാണ് വാവ് ഉപയോഗിക്കുക? വാവിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, രണ്ട് വസ്തുക്കളെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കുക എന്ന അർത്ഥത്തിലാണ്. അതുപോലെ തന്നെ ഫാഇനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു തർത്തീബിന് വേണ്ടിയോ അല്ലെങ്കിൽ പിന്തുടർച്ചയ്ക്ക് വേണ്ടിയിട്ടൊക്കെ പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഫാ ഉപയോഗിക്കുക. എന്നിട്ട് എന്നൊക്കെ അർത്ഥത്തിലുള്ള രൂപത്തിൽ, മനസ്സിലായല്ലോ? സുമ്മ എന്നത് അതുപോലെ തന്നെ പിന്നീട്, അതിൻ്റെ എന്താ പറയാ, പിന്നെ ഒന്ന് കഴിഞ്ഞിട്ട് മറ്റൊന്ന് എന്ന അർത്ഥത്തിൽ തറാഹി എന്ന് പറയും. അതിനു വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ അതിൻ്റെയൊക്കെ വ്യത്യാസങ്ങൾ ഓരോന്നും ആതിഫിന്റെ അക്ഷരങ്ങൾ തന്നെയാണെങ്കിലും ആതിഫിന്റെ അക്ഷരങ്ങൾ തമ്മിലുള്ള അർത്ഥവ്യത്യാസങ്ങളെ നമ്മൾ പരിഗണിക്കുക, അത് മനസ്സിലാക്കുക എന്നർത്ഥം. അപ്പൊ സുമ്മ എന്ന് പറയുന്ന ഇവിടെ ഹർഫ് അത്ഫാണ്. സുമ്മ ബഅസ്നാകും, ബഅസ, സുമ്മ ബഅസ, ബഅസ എന്ന് പറഞ്ഞാൽ, ബഅസ എന്ന് പറഞ്ഞാൽ ബഅസ എഴുന്നേൽപ്പിച്ചു. ഇവിടെ എഴുന്നേൽപ്പിച്ചു, പല അർത്ഥങ്ങൾ ബഅസക്ക് ഉണ്ട്, അയച്ചു. അതുപോലെ ഇവിടെ ഉദ്ദേശിക്കുന്നത് എഴുന്നേൽപ്പിച്ചു എന്നാണ്. ബഅസ്ന, ഇവിടെ ബഅസ്ന എന്ന് പറയുമ്പോ എന്താ അർത്ഥം? ബഅസ്ന എന്ന് പറയുമ്പോ നാം എഴുന്നേൽപ്പിച്ചു. ബഅസ്നാക്കും നാം നിങ്ങളെ എഴുന്നേൽപ്പിച്ചു. ബഅസ്നാക്കും നാം നിങ്ങളെ എഴുന്നേൽപ്പിച്ചു. അപ്പോൾ ഇവിടെ ബഅസ് അപ്പോൾ എന്താണ്? ഫിഅൽ മാദി മബ്നിയുൻ അല സുകൂൻ. ബഅസ് എന്ന് പറയുമ്പോൾ ഫിഅൽ മാദി മബ്നിയുൻ അല സുകൂൻ, മനസ്സിലായിട്ടല്ലോ? ബഅസ്ന
അവിടെ വരുന്ന നാ എന്ന് പറയുന്നത് എന്താണ്? നാ ബഅസ്ന. ലമീർ അലമീർ എന്ത് ലമീറാണ്? അത് ഫായിലിന്റെ സ്ഥാനത്താണ് വരുന്നത്. ശരിയാണ്. നാ എന്ന് പറയുന്നത് ലമീർ മുസ്തതിറാണ്, മഫ്ഊലല്ല. മുസ്തതിറാണ്, മഫ്ഊലാവില്ല, ഫായിലാണ്. ബഅസ്ന നാം എഴുന്നേൽപ്പിച്ചു. ഫി മഹല്ല് റഫ്ഇ ഫാഇൽ, അങ്ങനെ തന്നെ പറയേണ്ടത്. ഫി മഹല്ല് റഫ്ഇ ഫാഇൽ, ഫി മഹല്ല് റഫ്ഇ ഫാഇൽ. അപ്പോ സുമ്മ ബഅസ്നാകും, നാം അയച്ചപ്പോൾ ഫാഇലാണ് ബഅസ്ന എന്നതിൽ നഹ്നു, അതാണ് അതിന്റെ തഖ്ദീർ അല്ലേ? ബഅസ്ന അതിന്റെ സീഗ പറയുമ്പോൾ ജമ്മ് മുതകല്ലിമാണ്, മുതകല്ലിം ജമ്മാണ് ബഅസ്ന. അപ്പൊ അതിന്റെ തഖ്ദീർ നഹ്നു എന്നാണ്, നമ്മൾ, നാം എന്ന അർത്ഥത്തിൽ. നാം ആണ് അവിടെ ഫാഇൽ. അവിടെ സുമ്മ ബഅസ്ന നാം എന്ന നഹ്നു അത് യർജിഉ ഇല, എങ്ങോട്ടാണ്? അല്ലാഹുവിലേക്കാണ് അത് മടങ്ങുന്നത്. ബഅസ്നാകും, കും എന്ന് പറയുമ്പോൾ നിങ്ങളെ, പലപ്പോഴും നമ്മളിവിടെ ചർച്ച ചെയ്തിട്ടുണ്ട് അല്ലേ? ചർച്ച ചെയ്തിട്ടുണ്ട്. ബഅസ്നാകും, കും എന്ന് പറയുമ്പോൾ ളമീർ മുത്തസിൽ മബ്നിയുൻ അല സുകൂൻ ഫി മഹല്ല് നസ്ബ് മഫ്ഊൽ ബിഹി, അതായത് മഫ്ഊൽ ബിഹി ആയിട്ടാണ് വരിക. നിങ്ങളെ നാം എഴുന്നേൽപ്പിച്ചു, നിങ്ങളെ നാം എഴുന്നേൽപ്പിച്ചു, നിങ്ങളെ നാം എഴുന്നേൽപ്പിച്ചു. മഫ്ഊൽ ബിഹി ആയിട്ടാണ് കും വരിക. പക്ഷെ കും എന്നത് അത് ളമീറാണ്, മബ്നിയുൻ അല സുകൂനാണ്. അത് നസ്ബിന്റെ സ്ഥാനത്ത് വരുന്നു, കാരണം അവിടെ മഫ്ഊൽ ബിഹിയുടെ സ്ഥാനത്താണ് കും വരുന്നത് എന്നർത്ഥം. സുമ്മ ബഅസ്നാകും മിൻ ബഅദി മൗതികും, മിൻ എന്നത് ഇസ്മ ഹർഫ് ജർ അല്ലേ? ഹർഫ് ജർ. ബഅദി, ബഅദി എന്നത് എന്താണ്? ബഅദ്, ബഅദ് എന്താണ്? ഇസ്മുൻ ളർഫിയുൻ മജ്റൂർ. ബഅദ എന്നത്, ബഅദ എന്നത് എന്താണ്? ബഅദ എന്ന് സാധാരണ പറയുമ്പോൾ അത് ളർഫ് സമാനാണ് അല്ലെ? ളർഫ് സമാനാണ്. അപ്പൊ ഇവിടെ മിൻ ളർഫ് സമാന് ഇസ്മുകളിൽ പെട്ടതാകുന്നു. അതുകൊണ്ട് തന്നെ ഹർഫ് ജർ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ അതിനുശേഷം വരുന്ന ബഅദ് എന്ന ഇസ്മ് എന്താവും? അത് മജ്റൂറായി മാറും. അപ്പം മിൻ ബഅദി, സുമ്മ ബഅസ്നാകും മിൻ ബഅദി മൗതികും, മിൻ ബഅദി മൗതികും. എന്താണ് മൗതികും? മിൻ ബഅദി മൗതികും എന്ന് പറയുമ്പോൾ മൗത്തുക്കും എന്ന് പറഞ്ഞാൽ മൗത്തുൻ മരണം, മൗത്തുക്കും നിങ്ങളുടെ മരണം, നിങ്ങളുടെ മരണം. ഇന്നലത്തെ നമ്മുടെ അൽബലാഗ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് നിങ്ങളുടെ മരണം. മൗത്തുഹു, മൗത്തുഹുമാ, മൗത്തുഹും, മൗത്തുഹ, മൗത്തുഹുമ, മൗത്തുകുന്ന അല്ലെ? അല്ലെങ്കിൽ അങ്ങനെ പറയുമ്പോൾ അപ്പോൾ മൗത്തുക്കും എന്ന് പറയുന്നത് ബഅദി മൗതിക്കും എന്നാണ്. ബഅദി മൗതിക്കും അല്ലെങ്കിൽ ബഅദ മൗതിക്കും. അവിടെ മുളാഫ് മുളാഫ് ഇലൈഹി ആയി മാറുകയാണ്. ബഅദ മൗതി, ബഅദ മൗതിക്കും എന്ന് പറയുമ്പോൾ മുളാഫ് മുളാഫ് ഇലൈഹി ആയി മാറുകയാണ്. പക്ഷെ ബഅദന്റെ മുമ്പിൽ മിന്ന് വന്നതോടുകൂടി ബഅദ എന്തായി? ബഅദിയായി. ബഅദി മൗതിക്കും. ഇവിടെ ബഅദി മൗത്ത് എന്ന് പറയുമ്പോൾ അത് മുളാഫ് മുളാഫ് ഇലൈഹിയാണ്. മൗത്തുക്കും എന്ന് പറയുമ്പോൾ അതും മുളാഫ് മുളാഫ് ഇലൈഹിയാണ്. മനസ്സിലായല്ലോ? നേരത്തെ നമ്മൾ ഇന്നലെ പഠിച്ചത് പോലെ തന്നെ രണ്ട് മുളാഫുകളും രണ്ട് മുളാഫ് ഇലൈഹികളുമായി വരുന്ന ഒരു രൂപമാണ് ബഅദ മൗതിക്കും അല്ലെങ്കിൽ മിൻ ബഅദി മൗതിക്കും എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നത്. ലഅല്ലക്കും മിൻ ബഅദി മൗതിക്കും എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മരണത്തിന് ശേഷം, നിങ്ങളുടെ മരണത്തിനു ശേഷം, മിൻ ബഅദി മൗതിക്കും നിങ്ങളുടെ മരണത്തിനു ശേഷം എന്നർത്ഥം.
പിന്നീട് നിങ്ങളുടെ മരണത്തിന് ശേഷം ബഅസ്നാക്കും നിങ്ങളെ നാം എഴുന്നേൽപ്പിച്ചു, ലഅല്ലക്കും തഷ്കുറൂൻ നിങ്ങൾ ആയേക്കാം. ലഅല്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ലഅല്ല അതെ, ഇന്നയുടെ ഹർഫിൽപ്പെട്ട ഇന്നയുടെ സഹോദരിമാരിൽപ്പെട്ടതാണ്. ഇന്ന, അന്ന, കഅന്ന, ലാകിന്ന, ലൈത, ലഅല്ല ഇതെല്ലാം ഇന്നയുടെ സഹോദരിമാരിൽപ്പെട്ടതാകുന്നു. അപ്പൊ അതുകൊണ്ട് ലഅല്ല എന്ന് പറയുന്നത് ആയേക്കാം, അല്ലെങ്കിൽ വേണ്ടി, തഅലീലിന് വേണ്ടിയും അത് ഉപയോഗിക്കും. വേണ്ടി എന്ന അർത്ഥത്തിലും അത് ഉപയോഗിക്കും. അപ്പോ ലഅല്ല ലഅല്ലക്കും, ലഅല്ല എന്ന് പറയുമ്പോൾ അത് ഹർഫ് നസ്ബായിട്ടാണ് വരുന്നത്. ഹർഫ് നസ്ബായിട്ടാണ് വരുന്നത്. ഇതിന് വേറെയും ചില പേരുകളൊക്കെ ഉണ്ട്, അതിന്റെ സന്ദർഭത്തിൽ പിന്നീട് പഠിക്കാം. അപ്പോ ലഅല്ലക്കും, കും എന്ന് വരുന്നത് എന്താണ്? ലഅല്ലയുടെ ഇസ്മാണ് അല്ലെ? ലഅല്ലക്കും എന്ന് പറയുമ്പോൾ ലഅല്ലയുടെ ഇസ്മാണ് കും. അതായത് ളമീർ മബ്നിയുൻ അല സുക്കൂനാണ്, ഫി മഹല്ല് നസ്ബ് ഇസ്മ ലഅല്ല എന്ന് പറയുന്നത്. പിന്നെ തഷ്കുറൂൻ, തഷ്കുറൂൻ ളമീർ മുത്തസിൽ മബ്നിയുൻ അല സുക്കൂനി ഫി മഹല്ല് നസ്ബ് ഇസ്മ ലഅല്ല. അതെ. അപ്പോ ലഅല്ലക്കും തഷ്കുറൂൻ, ശകറ യഷ്കുറു, ശകറ യഷ്കുറു, ശകറ യഷ്കുറു, അതിൽ നിന്നുണ്ടാകുന്നതാണ് തഷ്കുറൂൻ. അതിന്റെ സീഗ എന്താണ്? തഷ്കുറൂൻ എന്നതിന്റെ സീഗ എന്താണ്? ശകറ യഷ്കുറു, ഹാദിർ ജംഅ് മുദക്കറാണ്. ഹാദിർ മുദക്കർ ജംഅ് അല്ലേ? അപ്പോ ലഅല്ലക്കും തഷ്കുറൂൻ നിങ്ങൾ നന്ദി കാണിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾ നന്ദി കാണിക്കുന്നവരായേക്കാം. അപ്പോ തഷ്കുറൂൻ എന്ന് പറയുമ്പോ ഫിഅൽ മുദാരിയാണ്, അത് മർഫൂആണ്. മനസ്സിലായല്ലോ? പിന്നെ തഷ്കുറൂൻ എന്നതിലെ വാവുൽ ജമാഅത്ത് ളമീറുൻ മബ്നിയുൻ അല സുക്കൂനി ഫി മഹല്ലി റഫ്അ് ഫാഇലാകുന്നു. പിന്നെ മാത്രല്ല അത് ലഅല്ലയുടെ ഖബർ കൂടിയായിട്ടാണ് കാണേണ്ടത്. ലഅല്ലയുടെ ഖബർ കൂടിയായിട്ടാണ് കാണേണ്ടത്. അതുകൊണ്ട് തന്നെ അത് റഫ്ഇന്റെ സ്ഥാനത്ത് വരുന്നു. ലഅല്ലക്കും തഷ്കുറൂൻ, തഷ്കുറൂൻ എന്ന് പറയുമ്പോൾ അത് റഫ്ഇന്റെ സ്ഥാനത്ത് വരുന്നുണ്ട്. കാരണം അത് ലഅല്ലയുടെ ഖബർ ആയതുകൊണ്ട് എന്നർത്ഥം. മനസ്സിലായോ? ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ് പഠിക്കാം. സമയം അല്പം വൈകിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ നല്ല രൂപത്തിൽ വിശുദ്ധ ഖുർആൻ പഠിക്കുവാനുള്ള അവസ്ഥകളും സാഹചര്യങ്ങളും അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു നമ്മളിൽ നിന്ന് ഇത് സാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.